കരയാത്തവരില്ല. ഒരുപക്ഷെ മനുഷ്യവികാരങ്ങളിൽ ഗുണമെന്ന് കരുതാവുന്ന ഈശ്വരൻ്റെ സമ്മാനം. മനുഷ്യർക്കെല്ലാം അവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കണ്ണീരിലൂടെ കഴിയുന്നുണ്ട്. അത് സങ്കടമായാലും സന്തോഷമായാലും. കൂടുതലും സങ്കടങ്ങളിലാവും മനുഷ്യൻ കരയുക. ചിലർ പരസ്യമായി കരയും. ചിലരുടെ കണ്ണുനീർ പുറത്തു വരിക രഹസ്യമായാവും. കാരണം നമുക്ക് കരയാതിരിക്കാനാവില്ലല്ലോ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ആരായാലും കരഞ്ഞു പോകും. ദൈവവചന പാരായണത്തിനിടയിൽ ജീവിതത്തിൽ കരഞ്ഞു തീർത്ത എത്രയോ ആളുകളുടെ ചരിത്രം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആ ചരിത്രത്തിൽ കാണാനോ വായിച്ചെടുക്കാനോ കഴിയുന്നു എന്നതാണ് ആ കഥകൾ വല്ലാതെ നമ്മുടെ മനസ്സിലേക്ക് തുളച്ചിറങ്ങുന്നത്. രക്ഷണ്യ ദൗത്യവുമായി പലസ്തീനിൽ നടുകയും കുറുകയും നടന്ന ക്രിസ്തുവും കണ്ണീരണിഞ്ഞ സംഭവങ്ങൾ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. കരയരുത് എന്ന് മറ്റുള്ളവരോട് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരുപക്ഷെ കരയാതിരിക്കാനും. പക്ഷേ നമ്മുടെ കണ്ണുനീർ അറിയാതെ ചാലുകൾ മുറിച്ച് പുറത്തേക്ക് ചാടും. ചിലർ നമ്മെ പരിഹസിക്കുമ്പോൾ, ഒരുപക്ഷെ ചിലർ താഴ്ത്തിക്കെട്ടുമ്പോൾ, മറ്റു ചിലർ അപവാദം പ്രചരിപ്പിക്കുമ്പോൾ, ഒരുപക്ഷെ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ തലമുറയെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ഓർത്ത്, അങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങളിൽ ഏതെല്ലാം കാരണങ്ങളാൽ നമ്മുടെ കണ്ണുനീർ തുള്ളികൾ കവിൾത്തടങ്ങളെ നനച്ചിട്ടുണ്ട്. ആവലാതിയുടെ കെട്ടഴിക്കുന്ന കണ്ണുനീരിനേക്കാൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തെ തൊടുന്ന കണ്ണുനീരേതാണ്? കരഞ്ഞു തീർത്ത നാളുകളുടെ മറുപടികൾ ചെയ്യുമ്പോൾ അതിലുണ്ടാവും ഒരുപക്ഷെ ഉത്തരം. നെഞ്ചുപൊള്ളി നാമുതിർത്ത കണ്ണുനീര് ഉത്തരം തരാതെ പോയിട്ടില്ല. അവഗണിക്കപ്പെട്ടിടങ്ങളിൽ ഇടനെഞ്ചു പൊട്ടിയപ്പോഴും, ആശ്രയമാവേണ്ടവർ അറിയാതെ പോയപ്പോഴും, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനായി ശ്രമിച്ച് പരാജിതരായപ്പോഴും അറിയാതടർന്ന കണ്ണുനീർ വൃഥാവായില്ലെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കനകസിംഹാസനത്തിലേക്കുള്ള അഭിഷേക തൈലം തലയിൽ വീണത് മുതൽ അധികാര ചെങ്കോൽ കയ്യിലെത്തും വരെ ദാവീദ് എന്ന അഭിഷക്തൻ കരഞ്ഞു തീർത്ത നാളുകൾക്ക് കണക്കുണ്ടാവില്ല. ഫിലിസ്തീനയിലകപ്പെട്ട് മിണ്ടാത്ത പ്രാവിനെ പോലെ ഉരിയാടാനാവാതെ ശത്രുവിൻ്റെ മുൻപിൽ നിന്ന് പ്രാണൻ വാരിപ്പിടിച്ചോടുമ്പോൾ ആലങ്കാരികമായി ആ ഭക്തൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവമേ, ഞാനൊഴുക്കിയ കണ്ണുനീരിൻ്റെ കണക്കെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവയുടെ കണക്ക് അവിടുത്തെ പുസ്തകത്തിലുണ്ടാവില്ലേ എന്ന്. അവഗണനയുടെ തീണ്ടാപ്പാട് നുണഞ്ഞ ദാവീദ്, അരക്ഷിതാവസ്ഥയുടെ കയ്പ് രുചിച്ചവൻ, പ്രാണഭയത്താൽ നെഞ്ച് ഒരുകിയവൻ, കണ്ണുനീരോട് തൻ്റെ ജീവിത സാഹചര്യത്തെ ഒരു കാട്ടുകോഴിയുടെ പ്രാണനായുള്ള ഓട്ടം പോലെ ഉപമിക്കുന്നുണ്ട്. പക്ഷേ ഉടയവൻ്റെ നീതിയുടെ പുസ്തകത്താളുകൾ ആ കരഞ്ഞു തീർത്ത നാളുകൾക്ക് കണക്കു തീർത്തു. ദാവീദ് എന്ന ഭക്തൻ്റെ പിൽക്കാല ചരിത്രത്തിൻ്റെ ആകർഷണീയത എത്ര തിളക്കത്തോടെയാണ് പുസ്തകം വിവരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ കണ്ണുനീരും ഒരിക്കൽ എണ്ണിത്തിട്ടപ്പെടുത്തുക തന്നെ ചെയ്യും. അപമാനിക്കപ്പെട്ടിടത്ത് അഭിമാനവും, തല താഴ്ത്തപ്പെട്ടിടത്ത് ഉയർച്ചയും, കരഞ്ഞു തീർത്ത രാവുകൾക്ക് പകരം ആനന്ദത്തിൻ്റെ ദിനങ്ങളും ഉടയവൻ്റെ പക്കലുണ്ടെന്നറിയുക. അവന് ദൈവത്തെങ്കിൽ പോലും രക്ഷയില്ലെന്ന് ദാവീദിനെക്കുറിച്ച് പറഞ്ഞവർ ആ ഭക്തൻ്റെ ഭരണസാരഥ്യത്തെ വാനോളം വാഴ്ത്തേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ നാളെയുടെ അനുഗ്രഹങ്ങൾ ഉടയവൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ മായ്ച്ച് മറുപുറം എഴുതാൻ കഴിയുന്ന ഒരു പേനയും ഇന്നോളം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നീ ഒഴുക്കിയ കണ്ണുനീർ വൃഥാവാകയില്ല. ആരുമറിയാതെ തലയണിയിൽ മുഖമമർത്തി കരഞ്ഞ ദിനങ്ങൾ ഉടയവൻ കണ്ടിട്ടുണ്ട്. നിങ്ങളേറ്റ നിന്നയുടെ കണക്ക് ഉടയവൻ്റെ പക്കലുണ്ട്. അധൈര്യപ്പെടേണ്ട.
ആകുലനാകേണ്ട. വേദനയുടെ ഇന്നത്തെ കണ്ണുനീർ ആനന്ദ കണ്ണീരായി നാളെ മാറാതിരിക്കില്ല.